തയ്യാറെടുക്കാം സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കായി. ഡൗൺലോഡ് സിവിൽ ആപ്പ്. അതിന് ഭാരം ഒരുപാട് കൂടുതൽ. ഇതൊരു 300 കിലോ ഭാരം ഉണ്ടാവും. ലംബോദരന് എത്ര കിലോ എടുക്കാൻ പറ്റും? എനിക്കൊരു 500. ഹൃദയ സരസിൽ പാട്ടിന്റെ പൊന്നലയൊരുക്കിയ മഞ്ചേരിക്കാരൻ വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. റബ്ബോച്ചിയുടെ മുടി പശു നക്കിയോ? പുതിയ ഫാഷനായിട്ട് എപ്പോഴും ഞാൻ ഇങ്ങോട്ടല്ല. അതാ ഒരു വ്യത്യാസം നിനക്ക്. എനിക്ക് തോന്നുന്നു ആ നിങ്ങൾ താമസിക്കുന്ന താഴെ പശു ഉണ്ട്, അവിടെ ചെന്ന് നിന്ന് കൊടുക്കും കേട്ടോ മിനുട്ടി. അപ്പൊ ഈ പശുവിന്റെ നാക്കി ഞാൻ അരമ്പോലല്ലേ ഇരിക്കുന്നത്, അതിങ്ങനെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ലെവലില്. അല്ല, ഇത് നന്നായിട്ട് ചീകി തന്നതാ. ഞാൻ വേണമെങ്കിൽ ശരിയാക്കി തരാം. വാ, എടാ കൊലച്ചു കളയും. പിന്നെ അവസാനം നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വിശ്വാസമാണോ? ഞാൻ ശരിയാക്കി തരടാ, നീ ശരി. കറക്റ്റ് നടക്കുന്നത്. എന്തായെന്നുള്ള അവിടെ പിന്നെ ഷൂട്ട് ചെയ്ത് ഇതില്ലേ ടെലികാസ്റ്റ് ചെയ്യുമ്പോ നീ കണ്ടാ മതി. സാറേ, സാറിന്റെ കണ്ണ് തന്നെ നോക്ക്. എന്റെ കണ്ണീന്ന് പിടിക്കണം. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യാ. ഇപ്പോഴാണൊന്ന് വൃത്തിയായത്. ശരിയാ. ഒരു കണ്ണാടി വരുമോ? ഇതൊരു സസ്പെൻസാ. ടെലികാസ്റ്റ് ചെയ്യുമ്പോ നീ ഓർത്തിരുന്ന് കാണും. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ മെലഡി ബൈ ഔസേപ്പച്ചൻ ചേട്ടൻ. പിന്നെ പുറപ്പാടുന്ന ചിത്രം അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ പോൾ സാറാണ്. സത്യം. നമുക്ക് ഈയിടയ്ക്ക് അദ്ദേഹം നമ്മളിൽ നിന്ന് പോയി. ജോൺ പോൾ സാറിന് ഒരു ട്രിബ്യൂട്ടും കൂടെ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. ഹി വാസ് എ വെരി സെൻസിബിൾ മാൻ. കാരണം ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് മദ്രാസിലെ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം C3 എന്ന് പറഞ്ഞ 7 ആർട്സ് എൻ്റെ ഒരു ഫ്ലാറ്റുണ്ട് ഇത് എഴുതാനൊക്കെ. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഇരുന്ന് എഴുതുന്നത്. കൂടെ ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വിളിച്ചിരുത്തി ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ എന്താണ് പറയുന്നത്, ഈ ഒരു വലുതായിട്ട് തമാശ പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ഭയങ്കര സെൻസിബിളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരു പ്രണാമം. അതുപോലെ തന്നെ ഈ പാട്ട് ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുന്നു. നമ്മുടെ സമർപ്പണം ജോൺ പോൾ സാറിന് ടോപ്പ് സിംഗറിന് സമർപ്പണം. പാടി. രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലും നിൻ മനസ്സിൽ കരഞ്ഞു. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ.
ചിതന്നും മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. കണ്ണു ചിമ്മുന്ന താരകങ്ങളെ നിങ്ങളിൽ തിരയുന്നു ഞാൻ. കണ്ണു ചിമ്മുന്ന താരകങ്ങളെ നിങ്ങളിൽ തിരയുന്നു ഞാൻ. എന്നിൽ നിന്നുമകന്നൊരാ സ്നേഹ സുന്ദര മുഖഛായകൾ വേദനയോടെ വേർപിരിഞ്ഞാലും മാധുരി തൂക്കുമോർമകൾ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. ഉമ്മ കൈവിട്ട പിഞ്ചു പൈതലും നിൻ മനസ്സിൽ കരഞ്ഞുവോ? എൻ മനസ്സിൽ കരഞ്ഞുവോ? മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. റംബൂച്ചി, എന്തോ എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 2-3 ദിവസമായിട്ട് എടുത്തുള്ളൂ. പോരാ മോനെ, ഇതൊരു 10 ദിവസം പഠിച്ചാലും ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്തിരി പ്രയാസമാണ്. ഔസേപ്പച്ചൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് 2 ദിവസം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും, പറയും, എൻ്റെ അടുത്ത് പറയും, ശ്രീകുട്ട ഇതാണ് പാട്ട് എന്ന് പറയും. അപ്പം ഞാൻ കേൾക്കും, പഠിക്കില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അതിനുശേഷം റെക്കോർഡിങ് AVM G തിയേറ്ററിൽ അവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഈ പാട്ട് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഇനി ശ്രീകുട്ടൻ്റെ ഇഷ്ടം. അപ്പോൾ ജോൺ പോൾ സാറും അതിൻ്റെ ഡയറക്ടർ ജെയ്സി സാറും ബാക്കി എല്ലാവരും കൂടെ വന്നിട്ട് സിറ്റുവേഷൻസ് പറഞ്ഞു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പാടിക്കൊള്ളാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ചേട്ടൻ ട്യൂൺ മാത്രം ഇട്ട് തന്ന് ഇന്ന സംഗതി ഇന്നത് പാടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്കിപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ 7 to 1 കോൾ ഷീറ്റാണ്. അതിൽ 1 മണിക്ക് മുമ്പ് ഇത് പാടിത്തീരണം. പക്ഷേ എനിക്ക് 4 മണിക്ക് ട്രിവാൻഡ്രത്തോട്ടുള്ള ഫ്ലൈറ്റാണ്. ഏകദേശം അവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ, പാട്ട് നന്നായിരിക്കണം. ഞാൻ പാടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കാൻ പോലും നിൽക്കാതെ പ്രൊഡക്ഷൻ്റെ കാറിൽ കയറിയിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോകുമായിരുന്നു. എന്തോ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരുടെയോ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് ഒരൊറ്റ ടേക്കിൽ തന്നെ പാടാൻ സാധിച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ പാട്ടിനെ ദുഃഖിച്ചത് മഞ്ഞു പെയ്യുന്ന അതില്ല. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലൊന്നെൻ മനസ്സിൽ, അവിടൊക്കെ മനസ്സിൽ കരഞ്ഞു. കരയുന്നെന്ന് പറയുന്നത് കരയുന്നില്ല. അപ്പോൾ മോൻ പാടിയപ്പോൾ കുറച്ച് ഫീല് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മോൻ പാടിയതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്നിൽ നിന്നും അകന്നൊരാ സ്നേഹ. അവിടെ മനോഹരമായിരുന്നു. അതുപോലെ വേണമെങ്കിൽ മോന് അനുപല്ലവിയും പാടാമായിരുന്നു. എൻ്റെ ഒരു സജഷനാണ്. എനിക്ക് തോന്നുന്നത് കുഞ്ഞിത് ഈ പാട്ട് എടുക്കാനായോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില പാട്ടുകൾ അത് ഡീപ്പായിരിക്കും, അതിന് ഭാരം ഒരുപാട് കൂടുതലായിരിക്കും. ഇതൊരു 300 കിലോ ഭാരം ഉണ്ടാവും. 300? ലംബോദരന് എത്ര കിലോ എടുക്കാൻ പറ്റും? എനിക്കൊരു 500 വരെ പറ്റും. 500 പറ്റൂ? പക്ഷെ ഇത് 50 പോലും ആയില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഹരിമുരളിയിലെ വന്ന് പാടിയ. അത് പഠിക്കണം. അല്ല, അത് 450 കിലോയേ ഉള്ളൂ. 500 എടുക്കാൻ പറ്റുമല്ലോ.
അത് ഞാൻ ആദ്യം പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ പാടും എപ്പോ പാടും? ഫൈനലിന്. ഫൈനലിൽ പാടുവോ? പ്രോമിസ് ആണോ? അത്യാവശ്യം ഒന്ന് പ്രോമിസ് ചെയ്ത ഫൈനലിന് ഞാൻ ഹരിമുരളീരവം പാടിയിരിക്കും. പറഞ്ഞേ. അപ്പൊ ഞാൻ എന്തായാലും ഫൈനലിൽ ഹരിമുരളീരവം പാടിയിരിക്കും. തുടക്കത്തിൽ 2 ലൈൻസിന്റെ ഒരു ഫീൽ നമുക്ക് കുറച്ചുകൂടെ കൊടുക്കാൻ സാധിക്കണം. ഇപ്പൊ തുടങ്ങുന്നത് നോട്ട് ചെയ്താ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അങ്ങനെ 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 തൊട്ട് 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 വരണം ഈ പാട്ട്. പിന്നെ വെരി എൻഡ് സസ്റ്റെയിൻ എപ്പോഴും ശ്രദ്ധിക്കണം. കെടുത്തി ഹരിമുരളീരവം മറക്കണ്ട. മോന് ഈ പാട്ട് എനിക്കും ഇവരെല്ലാം പറഞ്ഞത് തന്നെയാണ് തോന്നുന്നത്. മോന് കുറച്ചൊരു കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. കാരണം അതിനകത്ത് ഒരുപാട് ഞുണുഞ്ഞുണുക്ക് സംഗതികളും ആ ഒരു സംഗതി ചേർന്ന് വരാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം. കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ. ശലഭം വഴിമാറുമാ മിഴിരണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചുടിരണ്ടിലും നിൻ സമ്മതം. വളകിലുങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം. തഴുകിയെത്തുന്ന കാറ്റിൽ പോലും തരളമാം സമ്മതം. എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം. ശലഭം വഴിമാറുമാ മിഴിരണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചുടിരണ്ടിലും നിൻ സമ്മതം. ഈറനാമതിന്നോർമകൾ പേര് ഈ വഴി ഞാൻ അലയുന്നു. അതാണ് കാതിലിറ്റിറ്റു വീഴുന്നുണ്ടേതോ കാട്ടുപക്ഷി തന്നൊമ്പര. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. What a rendition of the song by this man. 94 out of 100. Thank you, sir. So Lambodar Rinpoche going to be awarded A Extreme today. Thank you. ആടിയൊരു മഞ്ഞ പൂക്കുറ്റി. Thank you, sir. Congratulations, you are awarded A Extreme. Thank you. Thank you. Tata. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. തയ്യാറെടുക്കാം സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കായി. ഡൗൺലോഡ് സിവിൽ ആപ്പ്.